ഹായ് ഫ്രണ്ട്സ്, ഇതൊരു HSA നാച്ചുറൽ സയൻസ് സ്റ്റഡി വ്ലോഗാണ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ PSC പഠനം ഞാൻ നിർത്തി വയ്ക്കുകയായിരുന്നു. LP-UP എക്സാമോടെ പഠനം നിർത്തി. അതിനുശേഷം ഇതുവരയ്ക്കും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ HSA നാച്ചുറൽ സയൻസിനായിട്ട് സൈലത്തിലാണ് ജോയിൻ ചെയ്തത്. ആദ്യമേ തന്നെ ജോയിൻ ചെയ്തെങ്കിലും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. ഇനി പഠനം ഒന്നും കൂടെ തുടങ്ങണമെന്നുണ്ട്. ക്ലാസ്സുകൾ ഒരുപാട് പെൻഡിങ് ആയിട്ടുണ്ട്. സൈലത്തിലെ നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് സൈലം നോട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ പഠനം തുടങ്ങാനായിട്ട് HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു സിലബസ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. HSA എക്സാമിനായിട്ട് 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് എയിൽ 3 മൊഡ്യൂളുകൾ. ഒന്നിൽ റിനൈസൻസും ഫ്രീഡം മൂവ്മെൻറ്റ്സ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ആൻഡ് സബ്ജക്റ്റ്. പാർട്ട് 2ൽ 8 മൊഡ്യൂളുകളാണ്. മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റി, മൊഡ്യൂൾ 2ൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് ഡെവലപ്മെൻ്റൽ ബയോളജിയാണ്. അതിൽ തന്നെ ഫിസിയോളജിയിൽ ന്യൂട്രീഷൻ, സർക്കുലേഷൻ, റെസ്പിറേഷൻ എന്നിവയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എക്സ്ക്രീഷൻ, മസിൽ ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എൻഡോക്രൈനോളജി. ബയോകെമിസ്ട്രിയിൽ മെറ്റബോളിസംസ്, ലിപ്പിഡ്സ്, എൻസൈംസ്. ഡെവലപ്മെൻ്റൽ ബയോളജിയിൽ തിയറീസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, സെൽ ഡിഫറൻസിയേഷൻ, ഡെവലപ്മെൻറ്റ്, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്നിവയും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 3ൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, ജനറ്റിക്സ്, ബയോകെമിസ്ട്രി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. അതിൽ സെൽ ബയോളജിയിൽ സെൽ ഓർഗനൽസ് ഉണ്ട്, മോളിക്കുലാർ ബയോളജി ഉണ്ട്. മോളിക്കുലാർ ബയോളജിയിൽ ജീൻ എക്സ്പ്രഷൻ, സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി, ഓൺ ജീൻ ഓൺ എൻസൈം ഹൈപ്പോത്തസിസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ജനറ്റിക് ബയോടെക്നോളജി, ജനറ്റിക്സ്, ബയോടെക്നോളജി. ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി ഉണ്ട്. ഇമ്മ്യൂണോളജി, ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോജൻസ്, ആൻറ്റിജൻ ഡെഫിനിഷൻസ്, ടൈപ്സ്, ഇമ്മ്യൂൺ റെസ്പോൺസ്, മൈക്രോബയോളജി. അടുത്ത മൊഡ്യൂൾ 4ൽ ഇക്കോളജി, എത്തോളജി, എവല്യൂഷൻ ആൻഡ് സൂജിയോഗ്രഫി. അതിൽ തന്നെ എക്കോളജി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, എത്തോളജി, ഇവല്യൂഷൻ, സൂജിയോഗ്രഫി. മൊഡ്യൂൾ 4 ഏറ്റവും ചെറിയ മൊഡ്യൂളാണ്. മൊഡ്യൂൾ 5ൽ മൈക്രോബയോളജി, മൈക്കോളജി ആൻഡ് ലൈക്കനോളജി, പ്ലാന്റ് പത്തോളജി, ബ്രയോളജി, ടെറഡോളജി, ജിംനോസ്പേംസ്.
പാലിയോ ബോട്ടണി എന്നിവയാണ്. മൊഡ്യൂൾ 6 മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്, എക്കണോമിക് ബോട്ടണി, അനാട്ടമി, എംബ്രിയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. മൊഡ്യൂൾ 7 പ്ലാന്റ് ഫിസിയോളജി. മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, സെൽ ബയോളജി, ജനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി. എവല്യൂഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. മൊഡ്യൂൾ 8 എൻവയോൺമെൻറ്റൽ ബയോളജി. അതിൽ എക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ്, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റ്, ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി. അതിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, റീകോമ്പിനൻ്റ് DNA ആൻഡ് മോളിക്കുലർ ക്ലോണിംഗ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവയാണ്. ഇനി ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കുന്നെന്ന് വരുന്ന ദിവസങ്ങളിലായിട്ടിടാം.